ഒരിക്കലും ചേരാൻ പാടില്ലാത്ത രണ്ടുപേർ, അതാണ് അനുമോളും അനീഷും. കഴിഞ്ഞ ദിവസങ്ങൾ ലൈവിലും എപ്പിസോഡിലും ഒക്കെ നമ്മൾ കണ്ടതാണ് അനീഷ് വളരെ ജെനുവിൻ ആയിട്ട് പ്രപ്പോസ് ചെയ്യുന്നതും അത് വളരെ ജെനുവിൻ ആയിട്ട് എടുത്തതിന് ശേഷം അനുമോളുടെ കാര്യങ്ങൾ വളരെ റെസ്പെക്റ്റോടു കൂടി അനീഷിനോട് പറയുന്നതും നമ്മൾ കണ്ടതാണ്. പക്ഷെ ആദ്യം തന്നെ ഞാൻ ഒരു കാര്യം പറയട്ടെ, എനിക്ക് ബിഗ് ബോസിൽ കപ്പടിക്കണം എന്ന് തുടക്കം മുതൽ ആഗ്രഹമുള്ളൊരു വ്യക്തി അനീഷാണ്. കാരണം അത്ഭുതമാണ്, വെറും ഒരു കോമണർ ആയിട്ട് കയറിയിട്ട് ചരിത്രം സൃഷ്ടിക്കുക എന്നൊക്കെ പറയത്തില്ലേ, ഇതുവരെ നമ്മൾ കണ്ട കോമണേഴ്സ് ഒക്കെ എങ്ങനെയായിരുന്നു? കുറച്ചൊക്കെ നിലപാടൊക്കെ കാണിക്കും, പക്ഷെ മാക്സിമം ഒരാഴ്ച, അത് കഴിയുമ്പോഴേക്കും സെലിബ്രിറ്റീസിനെ അവർ സെലിബ്രിറ്റീസ് ആയിട്ട് തന്നെ കാണുകയും ഇവർ ഒരു കോമണറാന്ന് ഇവർ സ്വയം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയും സ്വയം താഴുകയും നിലപാടുകളിൽ വ്യത്യാസം വരികയും ഒക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലെ. ഇങ്ങനെ കണ്ടുവരുന്നതിന്റെ ഇടയ്ക്ക് ഒരു ചരിത്രം സൃഷ്ടിച്ചുകൊണ്ട് തന്നെയാണ് അനീഷ് അവിടെ നിൽക്കുന്നത്. അതായത് തുടക്കം മുതൽ കുറച്ച് കാര്യങ്ങളൊക്കെ പുള്ളി ഇട്ടുകൊടുത്തുകൊണ്ടാണ് നിന്നത്. അതായത് എത്ര വലിയ സെലിബ്രിറ്റി ആണെങ്കിലും ഞാൻ മൈൻഡ് ചെയ്യില്ല, ഞാൻ വകവെക്കില്ല, ആരെയും വകവെക്കാതെ പുള്ളിയുടേതായിട്ടുള്ള ചില സ്ട്രാറ്റജികളിലൂടെ വളരെ ശക്തമായി പൊയ്ക്കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ് അനീഷ്. അതുകൊണ്ട് തന്നെ ഒരു കോമണർ കപ്പടിക്കുക എന്നുള്ള ഒരു ആഗ്രഹത്തിന് പുറത്ത് അനീഷിനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരാളാണ് ഞാൻ കേട്ടോ. അറ്റ് ദ സെയിം ടൈം ഇപ്പൊ നമുക്ക് എത്ര ഇഷ്ടമുള്ള വ്യക്തിയാണെങ്കിൽ ആ വ്യക്തിക്ക് അല്ലെങ്കിൽ ആ മത്സരാർത്ഥിക്ക് യാതൊരു കുറവുകളും ഇല്ല എന്ന് പറയുന്നതിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അപ്പോൾ അനീഷിന്റെ ഭാഗത്ത് ഇങ്ങനെ കുറച്ച് ഗുണങ്ങൾ ഉണ്ടെങ്കിലും ഒരുപാട് കുറവുകളുണ്ട്. ഇപ്പൊ ഇന്നലെ തന്നെ അനുമോളോട് പുള്ളിയുടെ കാര്യം, ഉള്ളിലുള്ള ആഗ്രഹം പ്രപ്പോസ് ചെയ്യുന്ന സമയത്ത് പുള്ളി പറഞ്ഞപ്പോൾ വളരെ റെസ്പെക്റ്റോടു കൂടി അദ്ദേഹം കംപ്ലീറ്റ് ചെയ്യുന്നത് വരെയും അനുമോൾ അത് കേട്ടുകൊണ്ടിരുന്നു എന്ന് മാത്രമല്ല, അത് കഴിഞ്ഞതിന് ശേഷം അവൾ അവിടെ നിന്ന് എഴുന്നേറ്റതേ ഇല്ല. വേണമെങ്കിൽ ആ പെൺകുട്ടിക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് മാറിപ്പോകാം അല്ലെ, പക്ഷെ അവൾ എഴുന്നേക്കാതെ അവിടെ തന്നെയായിരുന്നു. പക്ഷെ അനുമോളുടെ കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങി അത് നിർത്തുന്നതിന് മുന്നേ തന്നെ വളരെ ദേഷ്യത്തോടു കൂടി, വളരെ ഭയങ്കര ഒരു ഡിസ്റെസ്പെക്റ്റ് ആണ് അവിടെ കാണിച്ചത്. ഒരു മാനേഴ്സ് ഇല്ലാത്ത ഒരു എലമെന്റ് അവിടെ വന്നിട്ടുണ്ട്. അപ്പോ താൻ പറഞ്ഞ കാര്യം മറ്റൊരു വ്യക്തി അവസാനം വരെ കേൾക്കുകയും അതിനുള്ള മറുപടി പറഞ്ഞു തുടങ്ങിയപ്പോൾ പുള്ളിക്ക് മനസ്സിലായി പുള്ളി ഉദ്ദേശിക്കുന്ന മറുപടി അല്ല എന്ന്. അതുകൊണ്ട് ഈ വ്യക്തി പറഞ്ഞു തീർക്കുന്നതിന് മുന്നേ തന്നെ അവിടുന്ന് എഴുന്നേറ്റ് പോവുകയാണ്. അതിനുശേഷം മണിക്കൂറുകൾ നീണ്ടു നിന്നു അനീഷിന്റെ ആ ഒരു ദേഷ്യം എന്ന് പറയുന്നത്. അവിടെയൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു 5% ഓഫ് ചെറിയൊരു ടോക്സിസിറ്റി. ഈ ടോക്സിസിറ്റി എന്ന് പറയുമ്പോഴേ, അല്ലെങ്കിൽ ഒരു 5% കുറച്ച് ടോക്സിക് ആണ് എന്ന് പറയുമ്പോൾ അത് വേറെ എന്തൊക്കെയാണല്ലോ എന്നൊന്നും ആരും ചിന്തിക്കരുത്. എങ്കിലും ഞാൻ പറയുന്നതിന്റെ ആ ഒരു പോസിറ്റീവ് വശം, അതായത് ഞാൻ ഇപ്പൊ തന്നെ 2 പ്രാവശ്യം പറഞ്ഞു എങ്കിലും അനുമോൾ ആ പറയാൻ വന്ന കാര്യം ഒന്ന് കേൾക്കുക പോലും ചെയ്യാതെ അവൾ എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നതെന്ന് സത്യം പറഞ്ഞാൽ ആസ് എ വ്യൂവർ എനിക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവൾ എന്താണ് കൺക്ലൂഡ് ചെയ്യാൻ പോകുന്നത്, എങ്ങനെയാണ് അവൾ അത് നിർത്താൻ പോകുന്നത്, എന്താണ് അവളുടെ മനസ്സിലുള്ളതെന്ന് അറിയാൻ കേട്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും ആകാംക്ഷ ഉണ്ടായിരുന്നു അല്ലെ. പക്ഷെ ആ ഒരു അവളുടെ ഉള്ളിലുള്ള കാര്യങ്ങൾ കംപ്ലീറ്റ് ആകുന്നതിന് മുന്നേ പുള്ളി അവിടെ നിന്ന് എഴുന്നേറ്റ് പോയെങ്കിൽ, അതായത് മറ്റുള്ളവരുടെ തീരുമാനം തന്റെ ഇഷ്ടമല്ല എന്നുള്ള ഒരു ചിന്ത പോലും, ഒരു ബേസിക് ആയിട്ടുള്ള ഒരു ചിന്ത പോലും ഇല്ലാതെ മറ്റുള്ളവരുടെ തീരുമാനങ്ങൾ എപ്പോഴും എന്റെ ഇഷ്ടത്തിനായിരിക്കണം എന്നുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള അങ്ങനെ ചിന്തിക്കുന്ന ഒരു വ്യക്തിയെ പോലെ, ഞാൻ നേരത്തെ പറഞ്ഞില്ല കുറച്ച് ടോക്സിക് ആണോ എന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ ഈ പ്രപ്പോസൽ അല്ലെങ്കിൽ പ്രേമമൊക്കെ പൊട്ടിക്കഴിയുമ്പോൾ അല്ലെങ്കിൽ നിരസിച്ച് കഴിയുമ്പോൾ ചില ആളുകൾ ദേഷ്യപ്പെടുന്നത് പോലെ ദേഷ്യപ്പെട്ടു പോയിരിക്കുക. അവളുടെ തീരുമാനം അത് മുഴുവനായിട്ട് കേട്ടില്ല, അവൾ പറഞ്ഞു തുടങ്ങിയപ്പോൾ തന്നെ ആ തീരുമാനത്തിനെ എതിർത്തുകൊണ്ട് അവിടെ പോയി നിന്ന് അത്രയും ദേഷ്യത്തോടെ നിൽക്കുന്നത് അതൊരു നല്ല കാര്യമായിട്ട് തോന്നിയില്ല. നിങ്ങൾക്ക് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ആർക്കെങ്കിലും തോന്നുന്നുണ്ടോ അങ്ങനെ നല്ലൊരു കാര്യമായിട്ട് തോന്നിയില്ല? അങ്ങനെ ആയിരുന്നില്ല പ്രതികരിക്കേണ്ടത്. ഇനി ആ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം എഴുന്നേറ്റ് പോവുകയാണെങ്കിൽ തന്നെ കുറച്ച് സമയങ്ങൾക്ക് ശേഷം അവൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുമ്പോൾ അത് കേൾക്കണമായിരുന്നു. ഇനി കേട്ടില്ലെങ്കിൽ കൂടി അവൾ ആ പറയുന്ന ഓരോ കാര്യങ്ങൾ, ചേട്ടാ ഒന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ വളരെ സ്നേഹത്തോടു കൂടി പറയാമല്ലേ, വളരെ സ്നേഹത്തോടെ ഇല്ലെങ്കിലും സ്നേഹത്തോടെ അതങ്ങ് പറഞ്ഞാൽ മതി, ഇല്ല എനിക്ക് വരാൻ താല്പര്യമില്ല കേട്ടോ എന്നുള്ള കാര്യം. പക്ഷെ ആ പറയുന്നതിൽ പോലും ഭയങ്കര ദേഷ്യഭാവത്തിലാണ്. അതായത് ഞാൻ പ്രപ്പോസ് ചെയ്തു, അനു അത് യെസ് തന്നെ പറയണം എന്നുള്ള ഒരു സെൽഫിഷ് ആയിട്ടുള്ള തീരുമാനം, ആ ഒരു തീരുമാനം അത് സ്ട്രാറ്റജി ഒന്നും അല്ല കേട്ടോ. അതായത് അനീഷ് പ്രപ്പോസ് ചെയ്തതോ അല്ലെങ്കിൽ ആ പറഞ്ഞ കാര്യങ്ങളൊന്നും സ്ട്രാറ്റജി ആയിട്ട് ഞാൻ വിശ്വസിക്കുന്നേയില്ല. അദ്ദേഹം ഉള്ളിൽ നിന്ന് വളരെ ജെനുവിൻ ആയിട്ടാണ് അനുമോളെ പ്രപ്പോസ് ചെയ്യുന്നത്. പക്ഷേ ആ ജെനുവിനിറ്റിക്ക് ഉള്ളിലുള്ള ഒരു സെൽഫിഷ്നെസ് എന്ന് പറഞ്ഞാൽ ഭയങ്കര അപകടമാണ്. അപ്പൊ ഞാൻ എന്റെ തമ്മിൽ എല്ലാവരും കണ്ടു ഒരിക്കലും ചേരാൻ പാടില്ലാത്ത 2 പേരാണ്. ഇവരുടെ ക്യാരക്ടേഴ്സ് തമ്മിൽ ഭയങ്കര ഡിഫറൻസ് ഉണ്ട്.
ഇപ്പൊ നിങ്ങൾ പറയും ഒരു ഷോ കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന്, അതായത് ഞാൻ പല വീഡിയോസ് ഇടുമ്പോഴും പല ആളുകളും പറയുന്നത് ഒരു എപ്പിസോഡ് കണ്ടിട്ടാണോ നീ ഇങ്ങനെ ഇരുന്ന് അതായത് ക്രിട്ടിസൈസ് ചെയ്യുന്നത്. ക്രിട്ടിസൈസ് ചെയ്യല്ല, നമ്മൾ പല കാര്യങ്ങൾ പറയുകയാണ് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ കമന്റ് ഇടുന്ന ആളുകൾ ഒരു എപ്പിസോഡ് മാത്രമേ കണ്ടിട്ടുണ്ടാവുള്ളൂ. നമ്മളെന്ന് പറഞ്ഞാൽ 100 ദിവസം ഒരു വ്യക്തിയെ നോക്കിക്കാണുക, ഓരോ വ്യക്തികളെയും നോക്കിക്കാണുക. ഞാൻ എപ്പോഴും പറയാറുണ്ട്, മാക്സിമം ഒരു 3 ആഴ്ച, അതിൽ കൂടുതൽ ഡ്രാമ കാണിച്ച് അല്ലെങ്കിൽ സ്ട്രാറ്റജിയുടെ പുറത്ത് 24/7 ഒരാൾക്ക് നിൽക്കാൻ പറ്റത്തില്ല. അപ്പം ഒരു വ്യക്തിയുടെ യഥാർത്ഥ ജീവിതമാണ് ഒരു 3 ആഴ്ചയ്ക്ക് ശേഷം ഒരു 80% നമ്മൾ കാണുന്നത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ. അനീഷും അനുവും തമ്മിൽ ആനയാടും തമ്മിലുള്ള വ്യത്യാസമുണ്ട്, അവരുടെ സ്വഭാവങ്ങൾ തമ്മിൽ. അനീഷിനെ സംബന്ധിച്ച് ഇതുപോലെയുള്ള ഭയങ്കര സെൽഫിഷ് ആയിട്ടുള്ള, അതായത് തീരുമാനം എടുക്കുന്നത് പോലും തന്റെ ഇഷ്ടത്തിനായിരിക്കണം എന്നുള്ള, അത് ഭയങ്കര ഒരു അണ്ടർ റേറ്റഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ്. അനുമോളെ സംബന്ധിച്ച് ചെറിയ പ്രായത്തിൽ അവൾ ഇൻഡസ്ട്രിയിലേക്ക് വന്നു. അവൾ ഒറ്റയ്ക്കാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ അവരുടെ ഫാമിലി ഇന്റർവ്യൂസ് ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ട്. അവൾ ഒറ്റയ്ക്കാണ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം ഷൂട്ടിന് വേണ്ടി ഓടി നടക്കുന്നത്. അപ്പം അങ്ങനെ ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടിക്കാൻ നടക്കുന്ന ഒരു പെൺകുട്ടി അവളുടെ പല തീരുമാനങ്ങളും മറ്റൊരാൾ എടുക്കുമ്പോൾ വിവാഹ ജീവിതത്തിൽ അത് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. ഇപ്പൊ കുറച്ചു പേരെങ്കിലും പറയും, അതെങ്ങനെയാ പറയുന്നത്, ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ഉള്ള ഭാര്യ ഭർത്താക്കന്മാരാണ് ലൈഫ് ഭയങ്കര സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകുന്നത്. എല്ലാം അങ്ങ് ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് വന്ന് എങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് കൊണ്ടുപോകാൻ പറ്റും? അതായത് വിസിബിൾ ആയിട്ട്, മറ്റുള്ളവന്റെ കണ്ണിൽ വിസിബിൾ ആയിട്ട് പെട്ടെന്ന് കാണാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ ആയിരിക്കും ഓപ്പോസിറ്റ് ആയിട്ട് തോന്നുന്നത്. അല്ലാതെ അവർ തമ്മിൽ ഒരു 10 കാര്യങ്ങളെങ്കിലും വളരെ ഭയങ്കര പരസ്പരം റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ആളുകൾ തന്നെ ആയിരിക്കും കേട്ടോ. ഈ കാഴ്ചക്കാരാണല്ലോ പറയുന്നത്, അവർ ഭയങ്കര ഓപ്പോസിറ്റ് ക്യാരക്ടേഴ്സ് ആണ്, അങ്ങനെയൊന്നും ആയിരിക്കത്തില്ല കേട്ടോ. അപ്പൊ എല്ലാ കാര്യം നമ്മൾ ഈ 100 ദിവസം ഇവരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പം മിക്ക കാര്യങ്ങളും എനിക്ക് 99% ഇവർ രണ്ടും 2 വ്യത്യസ്ത സ്വഭാവക്കാരാണ്. അനുമോളെ സംബന്ധിച്ച് വളരെ ചിരിച്ചും കളിച്ചും ഒക്കെ നടക്കുന്ന വ്യക്തിയാണ് എങ്കിലും റിയൽ ലൈഫിൽ നമ്മൾ കണ്ടു എല്ലാ കാര്യങ്ങളും വളരെ സീരിയസ് ആയിട്ടും, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ കുറച്ച് വാശിയും അതും ഇതൊക്കെ ഉണ്ട് എങ്കിലും അനീഷ് എൻറ്റയർലി ഡിഫറെന്റ് ആണ്. എന്ന് വെച്ചാൽ അനീഷ് ഭയങ്കര എന്റർടൈനർ ആണ്, എല്ലാവരുടെയും മുന്നിൽ ഭയങ്കര ആക്റ്റീവായിട്ട്, സെൽഫിഷ്നെസ് ഒട്ടുമില്ല എന്നുള്ളതല്ല പറയും. അനീഷിനെ സംബന്ധിച്ചാണെങ്കിൽ ഉദാഹരണത്തിന് മറ്റെങ്ങും പോകണ്ട, അതായത് പുള്ളിയുടെ തീരുമാനങ്ങൾ മറ്റുള്ളവർ അത് എടുക്കണം. അതിപ്പോ അനുമോളെ പ്രപ്പോസ് ചെയ്യുമ്പോൾ പുള്ളിക്കാരത്തി റിപ്ലൈ കൊടുക്കുന്ന ആ സാഹചര്യം, ആ സീക്വൻസ് മാത്രമല്ല, മറ്റെന്ത് കാര്യമാണെങ്കിലും പുള്ളി എവിടെയൊക്കെ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ടോ, ഒരു സീറ്റിന് വേണ്ടിയിട്ടാണെങ്കിലും പുള്ളിയുടെ തീരുമാനം പലപ്പോഴും ബിഗ് ബോസിനോട് പോലും, അതായത് ആ അശരീരി ശബ്ദമുണ്ടല്ലോ, അദ്ദേഹത്തെയാണല്ലോ അവിടുത്തെ ഏറ്റവും വലിയ ഒരാളായിട്ട് നിങ്ങൾ കാണുന്നത്, നമ്മളൊക്കെ കാണുന്നത്. അപ്പൊ അദ്ദേഹത്തോട് പോലും തർക്കിച്ചിട്ടുണ്ട്, ഇല്ല ഞാൻ ഇത് തന്നെ ചെയ്യും എന്നുള്ള, അതായത് പുള്ളിയുടെ തീരുമാനം എത്ര കൊലകൊമ്പനിലേക്കാണെങ്കിലും അടിച്ചേൽപ്പിക്കണം എന്നുള്ള ഒരു വലിയ സെൽഫിഷ്, അത് ഒരു ചെറിയൊരു ടോക്സിക് ആയിട്ടുള്ള ഒരു സംഭവം, അത് മാരേജ് ലൈഫിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അത് ഭയങ്കര പ്രശ്നമായിരിക്കും എന്നുള്ള എന്റെ ഒരു അഭിപ്രായം എനിക്കിവിടെ പറയണം എന്ന് തോന്നി. ഒരിക്കലും ഒരുമിക്കാൻ പാടില്ലാത്ത 2 പേരെ ഒരുമിപ്പിക്കാൻ വേണ്ടി നടക്കുകയാണ് സോഷ്യൽ മീഡിയ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച്.